വെൽക്കം ടു ഓൾ. എല്ലാവർക്കും ഗോസ്റ്റീൻ സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. സോ ടുഡേ സെൻട്രൽ ഫോഴ്സ് മോഷൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുന്നേ രണ്ട് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ നമുക്ക് നമ്മൾ ടോപ്പിക്കിലേക്ക് പോകാം. സോ ഫോർമൽ സൊല്യൂഷൻ ഫോർ സെൻട്രൽ ഫോഴ്സ് മോഷൻ. സെൻട്രൽ ഫോഴ്സ് മോഷൻ്റെ ഫോർമൽ സൊല്യൂഷൻ ആണ് ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത്. സോ എനർജി ഇക്വേഷൻ ഫോർ എ സിസ്റ്റം ഓഫ് ടു പാർട്ടിക്കിൾസ് ഇൻട്രാക്ടിങ് അണ്ടർ സെൻട്രൽ ഫോഴ്സ്. സെൻട്രൽ ഫോഴ്സ് കൊണ്ട് ഇൻട്രാക്ട് ചെയ്യുന്ന രണ്ട് പാർട്ടിക്കിളുടെ അവയുടെ സിസ്റ്റത്തിൻ്റെ എനർജി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിൽ. ഇ ഈസ് ഈക്വൽ ടു ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് യു എഫക്റ്റീവ്. ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ എന്ന് പറയുന്നത് റേഡിയൽ കൈനറ്റിക് എനർജിയും യു എഫക്റ്റീവ് എന്ന് പറയുന്നത് എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ ഫോർമൽ സൊല്യൂഷൻ ഫോർ സെൻട്രൽ ഫോഴ്സ് മോഷൻ കാണണമെങ്കിൽ നമുക്ക് ഈ എനർജി ഇക്വേഷൻ ഒന്ന് റീ അറേഞ്ച് ചെയ്താൽ മതി. സോ എനർജി ഇക്വേഷൻ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഈ ഈസ് ഈക്വൽ ടു ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് യു എഫക്റ്റീവ്. ഇതിൽ നിന്ന് നമുക്ക് ആർ ഡോട്ടിനുള്ള ഇക്വേഷൻ കാണാം. ആർ ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? ആർ ഡോട്ട് സ്ക്വയർ കാണാം നമുക്ക്. ആർ ഡോട്ട് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഇ മൈനസ് 2 divided by mu into E minus U effective. ഇതാണ് എന്ത്? ഈ ആർ ഡോട്ട് സ്ക്വയറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ആർ ഡോട്ടിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? സോ ആർ ഡോട്ട് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 by mu ഇ മൈനസ് യു എഫക്റ്റീവ് എന്ന് കിട്ടും. സോ ആർ ഡോട്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ആർ ഡോട്ട് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 by mu ഇ മൈനസ് യു എഫക്റ്റീവ്. സോ അത് തന്നെയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ആർ ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ടൈം ഡെറിവേറ്റീവ് ഓഫ് ആർ. സോ ഡി ആർ ബൈ ഡി ടി. സോ ഡി ആർ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 by mu ഇ മൈനസ് യു എഫക്റ്റീവ് എന്ന് നമുക്ക് കിട്ടി. So to rearrange this equation and to find r as a function of t. So rearrange ചെയ്യുക. dr divided by square root of 2 divided by mu into e minus u effective is equal to dt. Rearrange the equation and integrate ചെയ്യുക. രണ്ട് ഭാഗത്തും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ ആക്കി ചെയ്തിരിക്കുന്നത്. ഇൻ്റഗ്രൽ ഫ്രം r0 to r dr by square root of 2 by mu e minus u effective is equal to t minus t0. ഇവിടെ dt ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ നമുക്ക് ഇതാണ് നമ്മുടെ ഫോർമൽ സൊല്യൂഷൻ ഓഫ് സെൻട്രൽ ഫോഴ്സ് മോഷൻ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹിയർ വി ഫൈൻഡ് ആർ ആസ് എ ഫങ്ഷൻ ഓഫ് ടി. ടൈമിൻ്റെ ഫങ്ഷനായിട്ടാണ് ആറ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. സോ ഇക്വേഷൻ 3 ഫോർമലി ഗിവ്സ് ആർ ആസ് എ ഫങ്ഷൻ ഓഫ് ടി. സോ ആറ് നമുക്ക് ടീൻ്റെ ഫംഗ്ഷനായിട്ട് കിട്ടുന്നത്, ടൈമിൻ്റെ ഫംഗ്ഷനായിട്ട് കിട്ടിയത്. ടു ഫൈൻഡ് തീറ്റ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി. സോ തീറ്റ ടൈമിൻ്റെ ഫംഗ്ഷനായിട്ട് കിട്ടണമെങ്കിൽ വി റീറൈറ്റ് ദി ഇക്വേഷൻ എൽ ഈസ് ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട്. അതായത് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഇക്വേഷനാണ് എൽ ഈസ് ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ റീറൈറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് തീറ്റ ഡോട്ടിനുള്ള ഇക്വേഷൻ ആക്കി മാറ്റുക. തീറ്റ ഡോട്ട് ഈസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ മ്യൂ ആർ സ്ക്വയർ. തീറ്റ ഡോട്ട് ഈസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ മ്യൂ ആർ സ്ക്വയർ. എന്താണ് തീറ്റ ഡോട്ട്? ഇറ്റ്സ് എ ടൈം ഡെറിവേറ്റീവ് ഓഫ് തീറ്റ. സോ ഡി തീറ്റ ബൈ dt is equal to L by mu r square. Let it be the equation 4. സോ നമുക്ക് റീഅറേഞ്ച് ചെയ്തു അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്തു ഇക്വേഷൻ ഫോർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ആംഗുലാർ മൊമെൻറ്റം. സിൻസ് ആർ ഈസ് നോൺ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി ഫ്രം ദ ഇക്വേഷൻ. സോ പ്രീവിയസ് ഇക്വേഷൻ നമുക്കറിയാം ആർ റിട്ടൺ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടീനെ നമുക്ക് ആറുള്ള ആ ഭാഗത്തേക്ക് അറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് ടീയെ നമുക്ക് ആറുള്ള ഭാഗത്തേക്ക് അറേഞ്ച് ചെയ്യാം. സോ because we find r as a function of t. So d theta is equal to rearrange ചെയ്യുന്ന സമയത്ത് L by mu r square dt എന്ന് വരും. സോ d theta is equal to L by mu r square dt. സോ ഞാനിവിടെ എഴുതാം d theta is equal to L by mu r square dt. So integrate this equation. Okay, integrate both side. സോ അതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്തതാണ് നമ്മളിവിടെ
എഴുതിയിരിക്കുന്നത് തീറ്റ മൈനസ് തീറ്റ 0 is equal to L by mu because it is a constant, so it is taken out of the integral sign. So L by mu integral from t0 to t dt divided by r square. It is equation 5. So often we are interested in the path of the particle, which means knowing r as a function of theta rather than as a function of time. So r t-ൻ്റെ ഫംഗ്ഷനാക്കി കിട്ടുന്നത് അതുപോലെ തന്നെ തീറ്റ ടീൻ്റെ ഫംഗ്ഷനായി കിട്ടുന്നത് ഓഫൺ നമ്മൾ അതിലായിരിക്കില്ല ഇൻട്രസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഇൻട്രസ്റ്റ് അതിലായിരിക്കില്ല. നമുക്ക് നമ്മുടെ ചില സമയത്ത് നമുക്ക് വേണ്ടത് ഈ പാത്തായിരിക്കും, ഈ പാർട്ടിക്കിളിൻ്റെ പാത്തായിരിക്കും. ഓക്കെ, പാത്ത് ഓഫ് ദ പാർട്ടിക്കിളാണ് ചില സമയത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ അത് കണ്ടുപിടിക്കുക, അതായത് ആർ ആസ് എ ഫങ്ഷൻ ഓഫ് തീറ്റ കണ്ടുപിടിക്കുക എന്നതാണ് നമ്മൾ ടാസ്ക് എന്ന് പറയുന്നത്, മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. സോ വി ഓഫൻ കോൾ ദ ട്രജക്ടറി ആർ ഓഫ് തീറ്റ ദ ഓർബിറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഈവൺ ഇഫ് ദ ട്രജക്ടറി ഡസ് നോട്ട് ക്ലോസ് ഓൺ ഇറ്റ് സെൽഫ്. സോ ട്രജക്ടറി എന്ന് പറയുന്ന, അതായത് ആ പാത്ത് എന്ന് പറയുന്ന ക്ലോസ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ അതിനെ ഓർബിറ്റ് എന്ന് വിളിക്കും, ആർ ഓഫ് തീറ്റ, ദാറ്റ് ഈസ് ആർ ആസ് എ ഫങ്ഷൻ ഓഫ് തീറ്റ. അത് കാണണമെങ്കിൽ നമുക്കറിയാം ടു എലിമിനേറ്റ് t combine equation 2 and 4. So equation 2 എന്ന് പറയുന്നത് ഏതാണ്? ഇക്വേഷൻ 2 എന്ന് പറയുന്നത് ഇവിടെയുള്ള dr by dt is equal to square root of 2 by mu into e minus u effective എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ഇക്വേഷൻ 2 എന്ന് പറയുന്നത്. ഇക്വേഷൻ 4 എന്ന് പറയുന്നത് d theta by dt is equal to L by mu r square. സോ ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും നമുക്ക് ടീനെ എലിമിനേറ്റ് ചെയ്യണം. സോ വാട്ട് വി ഡു ഈസ് ഡിവൈഡ് 4 by 2. So that is equation 4 divided by equation 2. Okay, so d theta dt divided by dr by dt. So we get d theta by dr, which is equal to L by mu r square root of mu divided by 2 into e minus u effective. This one we get. So the formal solution for the orbit is then theta minus theta naught is equal to L into integral from r naught to r 1 by r square into square root of 2 mu into e minus u effective dr എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. സോ നമ്മൾ ഈ ബോട്ടത്തിൽ കാണുന്ന ഈ ഇക്വേഷൻ അതിനെ നമ്മൾ റീഅറേഞ്ച് ആൻഡ് ഇൻ്റഗ്രേറ്റ്. സോ അതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, this completes the formal solution of the central force problem. We can obtain r of t, theta of t or r of theta as we please. So then we go to the energy equation and energy diagrams. We found two equivalent ways of writing E. എനർജിയെ എഴുതാൻ നമ്മൾ രണ്ട് രീതിയിലുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. E is equal to half mu v square plus u of r. അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റഡി ചെയ്ത ഇക്വേഷൻ. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് E is equal to half mu r dot square plus u effective എന്നുള്ള ഇക്വേഷൻ നമ്മൾ പിന്നീടും സ്റ്റഡി ചെയ്യുകയുണ്ടായി. സോ വി ഹാവ് ടു ഇക്വേഷൻസ് ഫോർ എനർജി. So the first form E is equal to half mu v square plus u of r is handy for evaluating E. Why it is handy for evaluating E? Because we know that to find the energy കാണാൻ നമുക്ക് എന്ത് വേണം? രണ്ട് കാര്യങ്ങൾ വേണം. അതായത് വെലോസിറ്റി വേണം, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി, എഫക്റ്റീവ് പൊട്ടൻഷ്യൽ കാണാൻ the position of the particle അതും നമുക്ക് വേണ്ടതുണ്ട്. സോ ആൻഡ് ആൾസോ ഹിയർ v of the particle, velocity of the particle എന്ന് പറയുന്നത് എന്താണ്? It is r dot square plus r theta dot the whole square. അതായത് വെലോസിറ്റിയെ തന്നെ അത് രണ്ട് വേരിയബിളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ദ ഡിപ്പെൻഡൻസ് ഓൺ ദ ടു കോർഡിനേറ്റ്സ് r and theta makes it difficult to visualize the motion. സോ ഈ എനർജി കാണണമെങ്കിൽ തന്നെ നമുക്ക് രണ്ട് കോർഡിനേറ്റ്, രണ്ട് വേരിയബിൾസിൻ്റെ രണ്ട് വേരിയബിൾസ് നമുക്ക് വേണം. സോ makes it difficult to visualize the motion. In contrast, the second form of mu r dot square plus u effective, ഇവിടെ എന്താണ്? everything is in the one variable, that is r എന്ന് പറയുന്ന വേരിയബിളിലാണ് ഈ എനർജി ഇക്വേഷൻ മൊത്തം ഉള്ളത്. സോ ഡിപ്പെൻഡ്സ് ഓൺ ദ സിംഗിൾ കോർഡിനേറ്റ് r. അതെന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ എ സിംഗിൾ കോർഡിനേറ്റ്. It is identical to the equation for energy of a particle of mass mu constrained to move along a straight line with the kinetic energy of mu r dot square and the potential energy u effective of r. Okay, meteor problem
of planetary motion. Let us apply the energy diagrams to the meteor problem of planetary motion. For the gravitational force which is always attractive, F of r is equal to minus gm1 m2 by r square. നമുക്കറിയാവുന്ന attractive gravitational force in equation ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടാവും. Okay, and to find the gravitational potential energy we want to follow the equation u infinity minus u of r is equal to minus integral from r to infinity f of r dr. So substitute from the above equation f of r ന്റെ equation gravitational attractive force ന്റെ equation നമ്മൾ അതിൽ substitute ചെയ്യുക. So we get u infinity minus u of r is equal to gm1 m2 divided by r. So ഇതിൽ നിന്ന് u of r കാണുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? minus gm1 m2 by r കിട്ടും. By the usual convention we have taken u of infinity is equal to 0. u of infinity നമ്മൾ 0 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ നമുക്ക് പ്രീവിയസിൽ നമുക്ക് കണ്ടറിയാം u infinity മൈനസ് u of r is equal to u infinity മൈനസ് u of r is equal to gm1 m2 divided by r ആണ് കിട്ടിയിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് u of r എന്തുകൊണ്ടാണ് മൈനസ് gm1 m2 by r കിട്ടിയിരിക്കുന്നത്? സോ ബിക്കോസ് we take u infinity as 0. u infinity നമ്മൾ 0 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. Okay, so usual convention അങ്ങനെയാണ്. We have take u infinity is equal to 0. The effective potential energy is. So effective potential energy equation നമുക്കറിയാം u effective is equal to L square by 2 mu r square plus potential energy. So L square divided by 2 mu r square. ഇവിടെ എന്താണ് u of r? It is minus gm1 m2 by r. So we can write u effective, that is effective potential energy, as this. u effective is equal to L square divided by 2 mu r square minus gm1 m2 divided by r. If L is not is equal to 0, the repulsive centrifugal potential L square divided by 2 mu r square dominates at small r, and the attractive gravitational potential minus gm1 m2 divided by r dominates at larger r. So if L 0 അല്ലെങ്കിൽ repulsive centrifugal potential L square divided by 2 mu r square ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത് സ്മോൾ ആറിൽ. ഓക്കെ, ആൻഡ് ലാർജർ ആറിൽ ഏതായിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്? അട്രാക്റ്റീവ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ മൈനസ് gm1 m2 divided by r dominates at the larger r. So drawing the energy diagram with the various values of total energy E. Okay, ഇതാണ് ഡയഗ്രാം. സോ നമുക്ക് അടുത്ത പേജിൽ അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണിക്കാം. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഡയഗ്രാം ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. എനർജി ഡയഗ്രാം, ഇതാണ് നമ്മുടെ എനർജി ഡയഗ്രാം. എനർജി പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പാർട്ടിക്കിൾ. ഓക്കെ, പാർട്ടിക്കിൾ ഡിസ്റ്റൻസ് എനർജിയും നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നു. സോ വി ഹാവ് plotted L square divided by 2 mu r square here, and minus gm1 m2 r. So here there is an error. It is minus gm1 m2 divided by r. It is a gravitational potential energy. Okay, it's a gravitational potential energy, not a gravitational ഫോഴ്സ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അല്ല, ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. അതൊരു എറർ പറ്റിയതാണ്. ഇറ്റ് ഈസ് മൈനസ് gm1 m2 by r ആണ്. സോ മൈനസ് gm1 m2 by r നമുക്ക് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ L സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 mu r സ്ക്വയറും പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. സോ വി ഗെറ്റ് ദ യു എഫക്റ്റീവ് എന്ന് പറയുന്ന ഗ്രാഫാണ് നമ്മൾ ബോർഡ് ലൈൻ ഉപയോഗിച്ച് വരച്ചിട്ടുള്ളത്. എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് പ്രീവിയസിൽ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു, ഇഫ് L നോട്ട് ഈക്വൽ ടു 0 ദ റിപ്പൾസീവ് സെൻട്രിഫ്യൂഗൽ പൊട്ടൻഷ്യൽ L സ്ക്വയർ ബൈ 2 mu r സ്ക്വയർ ഡോമിനേറ്റ്സ് അറ്റ് സ്മോൾ ആർ. ഓക്കെ, സ്മോൾ ആറിൽ ദിസ് സെൻട്രിഫ്യൂഗൽ പൊട്ടൻഷ്യൽ, അതായത് ദാറ്റ് ഈസ് L സ്ക്വയർ ഡിവൈഡ് ബൈ 2 mu r സ്ക്വയർ ഡോമിനേറ്റ് ചെയ്യുന്നു. അതെങ്ങനെയാണ്? സോ നമുക്കറിയാം സ്മോൾ ആർ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ L സ്ക്വയർ 2 mu r സ്ക്വയറിൽ L square divided by 2 mu r square, അതിൻ്റെ ഡിനോമിനേറ്ററിൽ ആർ സ്ക്വയർ ടേമും അതുപോലെ തന്നെ അട്രാക്റ്റീവ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഡിനോമിനേറ്ററിൽ ആർ ടേമുമാണുള്ളത്. സോ സ്മോളർ ആർ ആകുന്ന സമയത്ത് ആർ സ്ക്വയർ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിരിക്കും. സോ
this centrifugal potential is dominates. Okay, centrifugal potential dominate ചെയ്യും. പക്ഷേ ആ സമയത്തും നമ്മൾ അട്രാക്റ്റീവ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആർ ഡിപ്പെൻഡൻസ് മാത്രമേ ഉള്ളൂ. സോ അത് അത്ര സ്മോൾ ആയിരിക്കില്ല. ഓക്കെ, അത്ര സ്മോൾ ആയിരിക്കില്ല ആ ടേം ആർ എന്ന് പറയുന്നത്. സോ ആർ അത്ര സ്മോൾ അല്ലെങ്കിൽ GM1 M2 ഡിവൈഡഡ് ബൈ ആറും അത്ര ഗ്രേറ്റർ ആയിരിക്കില്ല. സോ ഫോർ സ്മോൾ ആർ നമുക്ക് ഏതാണ് ഗ്രേറ്റർ ആയിരിക്കുന്നത്? സെൻട്രിഫ്യൂഗൽ പൊട്ടൻഷ്യലാണ്. ബിക്കോസ് ആർ സ്ക്വയർ ആണ് ഡിനോമിനേറ്റർ വരുന്നത്. ആർ സ്ക്വയർ വളരെ കുറവായിരിക്കും സ്മോൾ ആർ വാല്യൂസിൽ. സോ അതിനനുസരിച്ച് ഡിനോമിനേറ്ററിൽ സ്മോൾ വാല്യൂസ് വന്നാൽ നമുക്ക് അറിയാം എന്താണ് ഒന്നായിട്ട് ആ ഫ്രാക്ഷൻ ഒന്നായിട്ട് എന്താ കൂടും, ഫ്രാക്ഷൻ ഒന്നായിട്ട് ഹയർ ആവും എന്നുള്ളത് നമുക്കറിയാം. സോ സ്മോളർ വാല്യൂസ് ഓഫ് ആറിൽ സെൻട്രിഫ്യൂഗൽ പൊട്ടൻഷ്യലാണ് ഡോമിനേറ്റ് ചെയ്യുക. വേർ ആസ് ദ ലാർജർ വാല്യൂസ് ഓഫ് ആറ് ലാർജർ ആകുന്ന സമയത്ത് നമുക്കറിയാം ആർ സ്ക്വയർ എന്ന് പറയുന്നതിനനുസരിച്ച് വലുതാവും, ഡിനോമിനേറ്റർ വലുതാവും. ഓക്കെ, ആറ് വലുതാണെങ്കിൽ ആർ സ്ക്വയറും വലുതാവും. സോ ഡിനോമിനേറ്റർ വലുതായാൽ നമുക്കറിയാം ആ ഫ്രാക്ഷൻ ഒന്നായിട്ട് ചെറുതാവുകയാണ് ചെയ്യുന്നത്. സോ ബട്ട് ഇൻ ദ അട്രാക്റ്റീവ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ടേമിൽ നമുക്കറിയാം ആർ ഡിപ്പെൻഡൻസ് മാത്രമേ ഉള്ളൂ. സോ അത്രത്തോളം ഒന്നും ചെറുതാകുന്നില്ല. സോ അതായിരിക്കും അവിടെ ഡോമിനേറ്റ് ചെയ്യുക. ഫോർ ലാർജ് ആർ എന്തായിരിക്കും? അട്രാക്റ്റീവ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ നമ്മൾ എഴുതിയിട്ടുള്ളത്. അതാണ്. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. സോ നമുക്കറിയാം ഇവിടെ ഗ്രാഫ് ഉണ്ട്. ഓക്കെ, ഗ്രാഫ്. ഓക്കെ, കേസ് E1, കേസ് E ഗ്രേറ്റർ ദാൻ 0, എനർജി ഗ്രേറ്റർ ദാൻ 0, എനർജി ഈക്വൽ ടു 0, എനർജി ലെസ് ദാൻ 0, എനർജി ഈസ് ഈക്വൽ ടു ഈ മിനിമം എന്നീ കണ്ടീഷനുകളൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. So the kinetic energy of the radial motion is K is equal to E minus U effective. So നമുക്കറിയാം kinetic energy അതുപോലെ തന്നെ U effective ആണ് total energy. So kinetic energy is equal to E minus U effective. And the motion is restricted to the regions where K is greater than or equal to 0. നമുക്കറിയാം kinetic energy എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. So motion is restricted to the region where kinetic energy is positive, that is K is greater than or equal to 0. The nature of the motion is determined by the total energy. Okay, മോഷൻ്റെ നാച്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നത് ടോട്ടൽ എനർജി ആയിരിക്കും. അത് നമുക്ക് ഇനി വരുന്ന പോയിന്റുകൾ നമുക്ക് കാണാൻ പറ്റും. Here are the various possibilities as shown in the sketch. സ്കെച്ച് കാണിച്ചിരിക്കുന്നത് പോലെ കുറച്ച് പോസിബിലിറ്റീസ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് E ഗ്രേറ്റർ ദാൻ 0, ദാറ്റ് ഈസ് പോസിറ്റീവ് ആയിട്ടുള്ള എനർജി. ദാറ്റ് ഈസ് R ഈസ് അൺബൗണ്ടഡ് ഫോർ ലാർജ് വാല്യൂസ് ബട്ട് കനോട്ട് ബി ലെസ് ദാൻ എ സെർട്ടൻ മിനിമം ഇഫ് L നോട്ട് ഈക്വൽ ടു 0. and the particles are kept apart by the centrifugal barrier. For ഇപ്പോൾ എനർജി പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്? ആ പാർട്ടിക്കിൾസ് എവേ മൂവ് ചെയ്യുകയാണ്. എവേ മൂവ് ചെയ്യുക എന്ന് വെച്ചാൽ അവ അപ്രോച്ച് ചെയ്യും. ഓക്കെ, ഒരു നമുക്കറിയാം ഇപ്പോൾ മിറ്റിയോർ ആണെങ്കിൽ ഏതെങ്കിലും ഒരു മിറ്റിയോർ സണ്ണിനടുത്തൂടെ പാസ് ചെയ്യുകയാണ്. ഇഫ് അതിൻ്റെ എനർജി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് സണ്ണിനടുത്തൂടെ പോകും. ഓക്കെ, സണ്ണിനടുത്തൂടെ പോയിട്ട് പിന്നെ അത് സണ്ണിനടുത്തേക്ക് വരില്ല. അത് എന്ത് ചെയ്യും? എവേ ആയിട്ട് അത് പാസ് ചെയ്യും. ഒരു ക്ലോസ് അപ്രോച്ച് ഉണ്ടാവും, പിന്നെ അത് എവേ ആയിട്ട് പാസ് ചെയ്യും ഇഫ് എനർജി ഈസ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ആ ഒരു ക്ലോസസ്റ്റ് അപ്രോച്ച് ഉണ്ടാവും. ഓക്കെ, സണ്ണുമായിട്ടൊരു മിറ്റിയോർ ആണെങ്കിൽ അത് സണ്ണുമായിട്ടൊരു ക്ലോസസ്റ്റ് അപ്രോച്ച് ഉണ്ടാവും. പക്ഷേ ആ അപ്രോച്ചിനേക്കാളും അടുത്തായിട്ട് സണ്ണിൻ്റെ അടുത്തേക്ക് വരാൻ ആർക്ക് കഴിയില്ല? മിറ്റിയോറിന് കഴിയില്ല. ബിക്കോസ് ദർ ഈസ് എ സെൻട്രിഫ്യൂഗൽ ബാരിയർ. ആ സെൻട്രിഫ്യൂഗൽ ബാരിയർ കെപ്റ്റ് ദ പാർട്ടിക്കിൾ അപ്പാർട്ട്. ഓക്കെ, പാർട്ടിക്കിളിനെ അതെന്ത് ചെയ്യും? കുറച്ച് അകത്തി നിർത്തുന്ന ആ ഒരു എഫക്റ്റാണ് എന്തിന്? സെൻട്രിഫ്യൂഗൽ ബാരിയറിന് ഉള്ളത് അവിടെ. സോ എനർജി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ദിസ് R ഈസ് അൺബൗണ്ടഡ്. ഓക്കെ, മോഷൻ അൺബൗണ്ടഡ് ആയിരിക്കും. സോ നെക്സ്റ്റ് കേസ് E ഈസ് ഈക്വൽ ടു 0. ഈ 0 ആകുന്നത് ദിസ് ഈസ് ദ ക്വാളിറ്റേറ്റീവ്ലി similar to the case 1 but on the boundary between unbounded and bounded motion. E equal to 0 എന്ന് പറയുന്നത് it is a boundary between the unbounded and bounded motion. bounded motionും unbounded motionൻ്റെയും ബൗണ്ടറിയിൽ നിൽക്കുന്നതാണ് E is equal to 0 എന്ന് പറയുന്ന കേസ്. സോ E less than 0, അതായത് എനർജി നെഗറ്റീവ് ആകുന്ന സമയത്ത് മോഷൻ ഈസ് ബൗണ്ടഡ് ഫോർ ബോത്ത് ലാർജ് ആൻഡ് സ്മോൾ R and the two particles from the bound system. ഓക്കെ, രണ്ട് പാർട്ടിക്കിൾസ് എന്തായിരിക്കും? ബൗണ്ട് സിസ്റ്റത്തിലായിരിക്കും ഇഫ് എനർജി നെഗറ്റീവ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ പ്ലാനറ്റും സണ്ണും തമ്മിലുള്ള ആ ഒരു ഇത് ബൗണ്ടഡ്. ഓക്കെ, ഒരു ബൗണ്ടഡ് മോഷനാണല്ലേ അവിടെ ഒരു ബൗണ്ടഡ് മോഷനാണ് നടക്കുന്നത് അല്ലേ?
അതുപോലെ തന്നെ നാലാമത്തെ കേസ് എന്ന് ഇ ഈസ് ഈക്വൽ ടു ഇ മിനിമം. ആർ ഈസ് റെസ്ട്രിക്റ്റഡ് ടു വൺ വാല്യൂ. ആറ് ഒരു വാല്യൂവിൽ മാത്രം റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്നു, അതായത് എനർജി മിനിമം ആകുന്നു. സോ എനർജി മിനിമം എന്ന് പറയുമ്പോൾ എനർജി നെഗറ്റീവ്, മാക്സിമം പോസിബിൾ നെഗറ്റീവ് വാല്യൂ ആവുകയാണ് ചെയ്യുന്നത്. സോ അതിന് നെഗറ്റീവ് ആകണമെങ്കിൽ എന്തായിരിക്കണം? കൈനറ്റിക് എനർജി അവിടെ 0 ആയിരിക്കണം. ഇ എന്ന് പറയുന്നത് ഈ മിനിമം ആവുന്ന സമയത്ത് ഓർത്ത് വെക്കുക, അവിടെ കൈനറ്റിക് എനർജി ഈസ് ബിക്കം 0. ആർ ഈസ് റെസ്ട്രിക്റ്റഡ് ടു വൺ വാല്യൂ ആൻഡ് ദ പാർട്ടിക്കിൾ സ്റ്റേ എ കോൺസ്റ്റൻറ്റ് ഡിസ്റ്റൻസ് ഫ്രം വൺ another. Particles stay constant distance from one another. We shall find that case 1 correspond to the motion in hyperbola. So this case, okay, the case 1 is correspond to the hyperbola, and case 2 is correspond to a parabola, and case 3 correspond to ellipse, and the case 4 correspond to circle. Okay, they stay constant distance from one another. സർക്കിൾ അങ്ങനെയല്ലേ, എല്ലാ പാർട്ടിക്കിൾസും സർക്കിൾ എന്ന് പറയുന്ന സമയത്ത് കോൺസ്റ്റൻറ്റ് ഡിസ്റ്റൻസ് ഫ്രം സെൻറ്ററിൽ നിന്നും കോൺസ്റ്റൻറ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും. സോ ദീസ് കേസ് 1, 2, 3, 4 ആർ കറസ്പോണ്ടിങ് ടു ഡിഫറെൻറ്റ് ഷേപ്സ് ഓഫ് ഓർബിറ്റ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഹൈപ്പർബോള, പരാബോള, എലിപ്സ്, ഓക്കെ, ആൻഡ് സർക്കിൾ. There is one other possibility, L is equal to 0. In this case, the particles accelerate towards each other along a straight line on a collision course. Since when L is equal to 0, there is no centrifugal barrier to keep them apart. അതായത് when angular momentum 0 ആവുന്ന സമയത്ത് നമുക്കറിയാം സെൻട്രിഫ്യൂഗൽ ബാരിയർ L² ഡിവൈഡഡ് ബൈ 2 mu R² എന്ന് പറയുന്ന ടേം 0 ആവും. അപ്പം when L equal to 0 ആവുന്ന സമയത്ത് the centrifugal barrier term all becomes 0 എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്താണ്, പാർട്ടിക്കിൾസിനെ അകറ്റി നിർത്താനുള്ള ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാകുന്നില്ല. സോ എന്ത് ചെയ്യും, കൊളീഷൻ കോഴ്സിലായിരിക്കും അവ അപ്രോച്ച് ചെയ്യുന്നത് ഇൻ എ സ്ട്രേറ്റ് ലൈൻ. അതാണ് വെൻ L ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ സംഭവിക്കുന്നത്. സോ ദാറ്റ്സ് ഫോർ ടുഡേ. വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.